എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദന്റെക്ക് ഇന്നത്തെ ആ അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്നത് ഗീതുവിന്റെ അരിയിലേക്ക് കിഷോർ ചെല്ലുവാണ്. അപ്പൊ ഗീതുവിന്റെ ഉള്ളിലാണ് ദേഷ്യം ഇങ്ങനെ ഉറഞ്ഞു പൊങ്ങുവാണ്. കാരണം അവർണയെ കുറിച്ച് അത്രയ്ക്കും നല്ല കാര്യങ്ങളൊക്കെയാണല്ലോ കിഷോർ പറഞ്ഞിരിക്കുന്നത്. പിന്നീട് കിഷോറിനോട് ചോദിച്ചു, നീ എന്ത് വിചാരിച്ചാ കിഷോറെ അവർണയുടെ വയറ്റിൽ കിടന്ന് കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നേ? നിനക്ക് നാണം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. കിഷോർ പറഞ്ഞു, അത് മാഡം നീ കൂടുതലൊന്നും പറയണ്ടെന്ന് പറയാണ്. അങ്ങനെ എന്തായാലും നിന്റെ മനസ്സിൽ ഐഡിയ ഉണ്ടെങ്കിൽ ആ കുഞ്ഞിനെ ഇല്ലാതാക്കാനായിട്ട് നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഈ ഗീതു ആരാ നീ തിരിച്ചറിയുമെന്ന് പറയാം. മാഡം എന്നോട് ക്ഷമിക്ക്, എനിക്കൊരു അബദ്ധം പറ്റിയതെന്ന് പറയണേ. ഇനി ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ ശ്രമിക്കില്ല. ഞാൻ അവർണികേനെ കുഞ്ഞിനെയും പൊന്നുപോലെ നോക്കിക്കോളാന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നിനക്ക് കൊള്ളാന്ന് പറയാം. ഒരു പെൺകുഞ്ഞാണ് ജനിക്കുന്നതെങ്കിൽ ആ കുഞ്ഞിനെ ഞാൻ മാഡത്തിന്റെ പേരിട്ടോളാന്ന് പറയാം. ഇറങ്ങി പോടാ അവിടുന്ന് എന്നും പറഞ്ഞിട്ട് കിഷോറിനെ അവിടെ നിന്ന് ഇറക്കി വിടുകയാണ് ഗീതു. പിന്നീട് കിഷോർ പുറത്തേക്ക് ഇറങ്ങുവാണ്. ആദ്യത്തെ ഡോസ് തന്നെ ഏറ്റിട്ടുണ്ട്. ഇനി വേണം അടുത്ത കലാപരിപാടി നടത്താനെന്നുള്ള വിചാരത്തോടു കൂടി ക്യാബിനിലേക്ക് അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് ഗോവിന്ദനോട് രാധിക പറഞ്ഞു, കണ്ടോ അവനിപ്പോ ഇറങ്ങി പോയിട്ടുണ്ട്, അവൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം ആ മുറിക്കകത്ത് CCTV വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ എന്തോ ഒരു തരികട പരിപാടി വെച്ചിട്ടുണ്ട്, അതെന്താന്ന് അറിയണമെന്ന് പറയാം. ഈ സമയത്താണ് അങ്ങോട്ട് വരുൺ വരുന്നത്. വരുണിനോട് ചോദിച്ചു, അല്ല അവിടുത്തെ CCTV ഒക്കെ ആരാ നോക്കണെന്ന് ചോദിക്കുകയാണ്. അതിപ്പോ കിഷോറാണല്ലോ നോക്കുന്ന പറയണം. കിഷോറെ ഏൽപ്പിച്ചിരിക്കുന്ന പറയണം. അപ്പൊ വിനോദും കൂടെ വരുന്നുണ്ട്. വിനോദിനോട് പറഞ്ഞു, അപ്പൊ അതാണ് കാര്യങ്ങൾ. അപ്പൊ അവിടുത്തെ CCTV വർക്ക് ചെയ്യുന്നില്ല. അതിനർത്ഥം എന്താ, അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ആ CCTV അവിടെ ഓഫാക്കി വെച്ചിരിക്കോ എന്തോ ചെയ്തിരിക്കോ എന്ന് പറയണം. വിനോദ് വന്നിട്ട് പറഞ്ഞു, അല്ല അത് കോമൻ സാർ ഒരു കാര്യമുണ്ട് കേട്ടോ. വരുൺ സാർ തെറ്റ് ചെയ്തില്ല എന്നൊന്നും ആരും പറയണില്ല. പക്ഷെ ആ തെറ്റ് ചെയ്തിട്ട് അതിനെ ആവർത്തിക്കില്ല. പക്ഷെ അതിന്റെ പേരിൽ ഇനിയും അദ്ദേഹത്തെ ശിക്ഷിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇതിനകത്ത് കമ്പനിയിലേക്ക് തിരിച്ചു കയറ്റി എന്നാ കുഴപ്പമെന്ന് ചോദിക്കുകയാണ്. ഇത് കണ്ടുപിടിക്കാനായിട്ട് കിഷോറും ഗീതുവും കൂടെ അല്ലേ പുറകെ നടന്നത്. സോറി, കിഷോറും അപർണയും കൂടെ അല്ലേ ഇത് കണ്ടുപിടിക്കാനായിട്ട് പുറകെ നടന്നത്. കണ്ടുപിടിച്ചല്ലോ, ഇനിയിപ്പോൾ അതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാക്കണമെന്ന് ചോദിക്കണം. പെട്ടെന്ന് പോയെന്ന്, അതൊക്കെ ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ അങ്ങോട്ട് പൊക്കോളാൻ പറയാണ്. ഇത്രയും പറഞ്ഞിട്ട് അവരങ്ങോട്ട് പോവാണ്. ഈ സമയത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗീത് വല്ലാത്ത അസ്തപ്പെട്ടിരിക്കുകയാണ്. കിഷോർ ഇങ്ങനെയൊക്കെ എന്താ പറയാൻ കാരണം? അവന്റെ ഉള്ളിൽ ഇനി പണ്ടത്തെ വല്ല കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. ഉടനടി എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അവൻ നാക്കിന് എല്ലില്ലാതെ വരുന്നുണ്ട്. എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. ഈ സമയം കിഷോർ അവർണയുടെ അടുത്തേക്ക് ഇങ്ങോട്ട് ചെല്ലുമായിരുന്നു. അവർണയ്ക്ക് ഇങ്ങനെ വിഷമിച്ചിരിക്കുക. എന്ത് പറ്റി അവർണയ? എന്തെങ്കിലും വോമിറ്റിംഗ് ടെൻഡൻസി എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിക്കുകയാണ്. ഒന്നുമില്ല കിച്ചു എന്ന് പറയണം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെ പറയണം കേട്ടോ, നമുക്ക് പോയി ഡോക്ടറെ കാണുമെന്ന് പറയണം. പെട്ടെന്ന് ഈ കിഷോറിന്റെ സ്നേഹമൊക്കെ കണ്ടിട്ട് അപർണ ചോദിച്ചു, എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. ഒന്നുമില്ല, അതെ എന്റെ തെറ്റ് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഗീതു എന്നോട്, അല്ല സോറി, ഗീതാഞ്ജലി മാഡം എന്നോട് പറഞ്ഞു തന്നപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് പെട്ടെന്ന് പറയണേ. ഗീതു എന്ന് പറഞ്ഞ് അബദ്ധപ്പെട്ട വന്നതാണ്. പെട്ടെന്നാണ് മാഡം അങ്ങോട്ട് ആക്കിയത്. ഇപ്പൊ നിനക്ക് വേറൊരാളുടെ സഹായം വേണ്ടി വന്നില്ലേ നിനക്ക് നിന്റെ തെറ്റ് മനസ്സിലാക്കാനായിട്ട്? അങ്ങനെയല്ല, നമ്മൾ ഒരാൾ ഉപദേശിച്ച് കഴിയുമ്പോൾ നമുക്ക് അവർ പറയുന്ന ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തെറ്റാന്ന് മനസ്സിലാക്കി നമ്മൾ ആ തെറ്റ് തിരുത്തുമല്ലേ വേണ്ടേന്ന് ചോദിക്കണം. ശരി ആയിക്കോട്ടെ. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, വരുൺ സാറിനെ കുറിച്ചുള്ള കള്ളത്തരങ്ങളൊക്കെ എങ്ങനെയാണ് പൊളിച്ചടിക്കുക എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഗോവിന്ദ് സാർ അന്വേഷിക്കുന്നുണ്ടെന്ന് പറയാണ്. അപ്പൊ അത് ഗീതു ആ തെളിവുകളൊക്കെ കൊണ്ടേ കൊടുത്തെന്ന് വിചാരിച്ചിട്ട് ഗീതുവിനെ കുറിച്ചൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ഗീതുവിനോടൊന്ന് സൂക്ഷിച്ചും കണ്ടിരുന്നോളാൻ പറ, ആ തെളിവുകളൊക്കെ എവിടുന്നാ കിട്ടിയെന്നൊക്കെ. ഇതെല്ലാം അപർണയെ കുരുക്കാനായിട്ട് ചെയ്ത കാര്യങ്ങളായിരുന്നു കിഷോർ. അപ്പൊ അവർണയ്ക്കൊന്നും അറിയില്ലല്ലോ. അവർണയെ പിന്നീട് ഗീതുവിന്റെ ക്യാബിനിലേക്ക് ചെല്ലുവാണ്. ഗീതുവിന്റെ ക്യാബിനിലേക്ക് വന്നപ്പോഴത്തേക്കും ഗീതുവിനോട്, അതെ ഗീതു എനിക്ക് നല്ല കാര്യം തന്നെ ചെയ്തു തന്നെന്ന് പറയാം. എന്താ? കിഷോറിനെ വിളിച്ചൊന്ന് ഉപദേശിച്ചില്ലേ, ആ ഉപദേശം ഏറ്റുപോയെന്ന് പറയാം. എന്ത് പറ്റി? ഇപ്പൊ അവൻ കഴിഞ്ഞ സ്ഥലപ്പോലൊന്നും അല്ല കേട്ടോ, ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്. ഗീതുവിന്റെ ആ ഉപദേശത്തിൽ അവൻ വീണിട്ടുണ്ട്. ഇപ്പം അവൻ എന്നെയും കുഞ്ഞിനും വേണമെന്നാ പറയുന്നത്. കുഞ്ഞിനെ നശിപ്പിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് സന്തോഷമായെന്ന് പറയാം. അല്ലെങ്കിലും ഗീതുവിന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു പോസിറ്റീവ് എനർജി കിട്ടും. ഗീതു ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോ പറയാൻ ആർക്കും പറ്റില്ലോ എന്ന് പറയണം. ഗീതു നടക്കട്ടെ, എന്റെ കൂടുതൽ അങ്ങോട്ട് സൂചിപ്പിക്കണ്ടെന്ന് പറയണേ. സൂചിപ്പിച്ചല്ല, ഉള്ള കാര്യം പറഞ്ഞതെന്ന് പറയണം. അല്ല, ഈ മുറി മൊത്തം ഒരു ചന്ദനത്തിന് മണമല്ലോ. അതോ? അത് ഞാൻ ഉപയോഗിച്ച പെർഫ്യൂമിന്റെ മണമെന്ന് പറയാം. അത് ഇമ്പോർട്ടഡ് ഐറ്റമാന്ന് പറയണം. ഓഹോ അങ്ങനെയാണില്ലേ. അപ്പൊ ഇനിയിപ്പോ ഗോവിന്ദ് സാറിന്റെ മുറിയിലെ ഈ മണം തന്നെ ആയിരിക്കുമല്ലോ എന്ന് പറയാ. ഇടയ്ക്കിടയ്ക്ക് അവിടെ ചെല്ലുമ്പോൾ എനിക്ക് ഈ മണം കിട്ടാറുണ്ട്. അതിനർത്ഥം എന്താ? ഗീത പറഞ്ഞു, അതിപ്പം ഞാൻ ചെന്നത് ഹഗ് ചെയ്താലും അവർക്ക് ആ മണം കിട്ടും, ഇനി കുറെ മണിക്കൂറത്തേക്ക് പറയാം. അങ്ങനെ വരട്ടെ, അതല്ലേ കാര്യം എന്ന് പറയാണ്. പിന്നെ ഗീത പറഞ്ഞു, ഇനി പേടിക്കണ്ട കേട്ടോ, ഇനി ടെൻഷനൊക്കെ മാറിയില്ലേ, ധൈര്യമായിട്ട് ഇരുന്നോളാൻ പറയണം. അങ്ങനെ അവരുടെ സന്തോഷത്തോടെ ഇറങ്ങി പോരാൻ നേരത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടാ പോരുന്നേ. അല്ല, ഗീതുവിനെതിരെ തെളിവുണ്ടാക്കാനായിട്ട് വരുൺ സാർ ശ്രമിക്കുന്നുണ്ട്.
അപ്പൊ ഒന്ന് കണ്ടും കേട്ടിരിക്കണം കേട്ടോ. ഇനിയിപ്പോ എന്തൊക്കെയാ ചെയ്യാൻ പോകുന്നു പറയാൻ പറ്റില്ല. എന്തെങ്കിലും കള്ളത്തരങ്ങളൊക്കെ ഒപ്പിച്ചു വെക്കുമായിരിക്കും ഗീതുവിനെ കൊടുക്കാനായിട്ട്. അതിലൊന്നും വീണ് പോയേക്കരെന്ന് പറയാം. ഗീതു പറഞ്ഞു എൻ്റെ അടുത്ത് അത് മരുണിന്റെ അടവുകൾ, അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമില്ല പറഞ്ഞ. അവർക്ക് ധൈര്യമായിട്ട് പോക്കോ, ഒന്നും സംഭവിക്കില്ല എന്ന് പറയാണ്. സമയം ഗോവിന്ദനെ രാധികാൻ പറയാം, നീ എന്തുദ്ദേശ കണ്ണ ഇങ്ങനെ തുടങ്ങണേ? ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഒരുത്തണ ഗീത എപ്പോ നോക്കിയാലും ഗീതുവിനെ മുറിയില്ല. അവിടുത്തെ കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അവളാണ് ക്യാമറയും കൂടെ ഓഫ് ചെയ്ത് വെച്ചേക്കുക. ഇങ്ങനെ പോയിട്ടുണ്ട്. അധികം വൈകാതെ ഗീതുവിനെ അടിച്ചുകൊണ്ട് കിഷോർ അങ്ങോട്ട് പോകുന്നു പറയാ. അമ്മ എന്തൊക്കെ വർത്താനേ പറയണേന്ന് ചോദിക്കുക. അല്ല ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റിരിക്കുന്നേ? നീ എന്ന് ആലോചിച്ചേക്ക്. നീയാണ് നിന്റെ ഫ്രണ്ടിനെ വിളിച്ച് വീട്ടിലേക്ക് കയറ്റിയേക്കുന്നു, അവളുടെ കാമോനെ വിളിച്ച് ഓഫീസിലേക്ക് വരുത്തിയേക്കുന്നു. നിങ്ങൾ രണ്ടുപേരും ചെയ്യുന്ന ഒരേ തെറ്റ് തന്നെയല്ലേ എന്ന് ചോദിക്കുകയാണ്. ഗോന്ന് പറഞ്ഞ അമ്മ കാര്യം അറിയത്തില്ലാതെ ഇങ്ങനെ കിടന്ന് ചലിക്കുന്ന കേട്ടോ എന്ന് പറയാണ്. ഇനി ഇത് കൂടുതൽ എന്ത് കാര്യം അറിയാനാടാ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഗീതുന് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? അവളാ കിഷോറിനെ വിളിച്ച് മുറിയിലേക്ക് കയറ്റേണ്ട വല്ല ആവശ്യമുണ്ടോ? പോരാത്തേന് കുറച്ചു കാലം അവന്റെ കാമുകയായിരുന്നു, രണ്ടുപേരും വിവാഹം കഴിക്കായിരുന്ന. ഇതൊക്കെ നിനക്ക് അറിയാഞ്ഞിട്ടല്ലേ നീ ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കണമെന്ന് ചോദിക്കണം. കോന്തറിഞ്ഞ് എനിക്ക് അങ്ങനെ അവളെ ഒരു സംശയമില്ലമ്മേ എന്ന് പറയണത്. സംശയമില്ലെന്ന് പറഞ്ഞാൽ നീ ഇവിടെ ഇരുന്നോ, നിനക്ക് കാര്യങ്ങളൊക്കെ ബോധ്യമാവെന്ന് പറയാണ്. പിന്നീട് ഗോവിന്ദ് ഓർക്കാണ് വിനോദ് വന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ. ഒരു പക്ഷേ കിഷോറും ഗീതും കൂടെ തന്നെ തകർക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊരു ചിന്ത അല്പസമയത്തിനാണ് ഗോവിന്ദിന്റെ മനസ്സിലുണ്ടാകുന്നുണ്ട്. അവൾ അങ്ങനെയൊക്കെ ചെയ്യുവോ? തനിക്കെതിരെ അവൾ പ്രവർത്തിക്കുവോ? കിഷോറിനെ സ്നേഹിക്കുവോ? ഒരിക്കലും അങ്ങനെ വരാൻ വഴിയില്ല. അവളെ താൻ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അവൾ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഉറച്ച തീരുമാനത്തിൽ തന്നെ നിൽക്കുള്ളൂ, പിന്നെ അതിൽ നിന്നും വ്യതിചലിക്കുകയല്ല എന്നൊരു ചിന്ത ഉണ്ടാവുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന വിജയലക്ഷ്മി ഇങ്ങനെ അസ്വസ്ഥപ്പെട്ട് ഇങ്ങനെ നിൽക്കുവാണ്. കുറെ സമയം വഴി നിൽക്കുന്ന കാറിന്റെ ഡ്രൈവറുണ്ട് കൂടെ. ഇതുവരെയായിട്ടും അവരെത്തിയിട്ടില്ല. ഇതിലേ പോയപ്പോൾ ഇത്ര സമയമായിട്ട് നോക്കിയൊന്നും അടുത്തല്ലോ. എത്രയും പെട്ടെന്ന് അജാസിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഗോവിന്ദനെ അറിയിക്കണം, ഇല്ലെങ്കിൽ അത് അപകടമാണ്. അവിടെ വെച്ച് അങ്ങനെ രഞ്ജുവിനെ കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അജാസ് അങ്ങനെ ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോവിന്ദനെ അന്വേഷിക്കും. ഗോവിന്ദ് മാത്രമല്ല ഗീതു, അവൾ സത്യങ്ങളൊക്കെ കണ്ടുപിടിക്കാനായിട്ട് ഇറങ്ങുകയും ചെയ്യും. അതിനു മുമ്പ് കാര്യങ്ങളൊക്കെ തുറന്നു പറയണം. അങ്ങനെ വഴി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ആ സമയത്താണ് ആ കാർ അങ്ങോട്ട് വരുന്നത് കണ്ടത്. കാറ് വരുന്നതിനപ്പത്തേനും നേരെ എന്ത് ചെയ്യുക, വിജയലക്ഷ്മി റോഡിലേക്ക് ഇറങ്ങി അങ്ങോട്ട് നിൽക്കുവാണ്. കാരണം കാറ് ചിലപ്പം നിർത്താതെ പോകും തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ. പെട്ടെന്ന് തന്നെ ഡോറ് വന്ന് ഗോവിന്ദ് ഇറങ്ങിയിട്ട് ചോദിച്ചു, അല്ല നിങ്ങൾ ചാകാനായിട്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് ചോദിക്കുകയാണ്. നിങ്ങൾക്ക് എന്തിന്റെ സൂക്കേടാന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് ഗീതു ഓടി ഒന്ന് ചോദിച്ചു, അല്ല മാഡം എന്തിനാ ഇങ്ങനെ വഴി തടഞ്ഞ് ഇങ്ങനെ നിന്നേന്ന് ചോദിക്കുകയാണ്. അല്ല അത് പിന്നെ ഗീതു ഉണ്ടെന്ന് ഒരിക്കൽ പോലും പ്രതീക്ഷിച്ച കാര്യമല്ല വിജയലക്ഷ്മി. ഗീതുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും എന്ത് മറുപടി പറയണമെന്ന് അറിയത്തില്ല. അതെ, ഞങ്ങളുടെ കാറൊന്നും ബ്രേക്ക് ഡൗൺ ആയി, അതുകൊണ്ട് ഇവിടെ നിന്നാന്ന് പറയണം. ഓഹോ, കാറ് ബ്രേക്ക് ഡൗൺ ആയതുകൊണ്ട് നിന്നാണെന്ന് ചോദിക്കണം. അതെ ഗീതു, നിനക്ക് എന്തോ ഒരു സംശയമുള്ള പോലെ. അല്ല ഞാനങ്ങ് ചോദിച്ചെന്നുള്ളൂ, അല്ലാതെ ഗോവിന്ദ് സാറിനെ കാണാൻ നിന്ന് അല്ലല്ലോ അല്ലേന്ന് ചോദിക്കുകയാണ്. ഞാനിതിന് അങ്ങനെ നിൽക്കണേ, എനിക്ക് എൻ്റെ ആവശ്യം എന്താന്ന് ചോദിക്കുകയാണ്. ഗീതുവിന് മനസ്സിലായി എന്തൊക്കെയോ കള്ളത്തരങ്ങൾ വിജയലക്ഷ്മിയോട് ഒളിപ്പിക്കുന്നുണ്ടെന്ന്. അത് തന്നോട് പറയാൻ പറ്റാത്ത എന്തോ കാര്യങ്ങളാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഉരുണ്ട് കളിക്കുന്നത്. അല്ലെങ്കിൽ പണ്ടേ പറഞ്ഞാൽ കണ്ണനെ കാണാൻ വന്നാന്നുള്ള കാര്യം. ഗീതുവിന്റെ സംശയങ്ങളുള്ളിലുണ്ടാവുകയാണ്. എന്തായിരിക്കും അവരങ്ങനെ പറയാത്തതിന് കാരണം? ഇനി ഇവർ തമ്മിൽ എന്തെങ്കിലും ബന്ധമൊക്കെ ഉണ്ടാവുമോ എന്നൊരു ചിന്ത ഗീതുവിന്റെ ഉള്ളിലുണ്ടാകുന്നുണ്ട്. അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയും ഞാൻ വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.